ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 43-ാമത്തെ ദശകം നോക്കാം. തൃണാവർത്ത വധം. ആദ്യം 1-ാമത്തെ ശ്ലോകം. ത്വാമേകദാ ഗുരുമരുത്പുരനാഥവോഢും ഗാഠാധിരൂഢഗരിമാണമപാരയന്തി മാതാനിധായ ശയനേ കിമിദം വദേതി ധ്യായന്ത്യജ്യേഷ്ഠതഗൃഹേഷു നിവിഷ്ടശങ്കാ. പദമുറിച്ച് പറയാം. ത്വാം ഏകദാ ഗുരുമരുത്പുരനാഥ വോഢും ഗാഠ അധിരൂഢ ഗരിമാണം അപാരയന്തി മാതാ നിധായ ശയനെ കിമിദം ബദേതി ധ്യായന്തി അജ്യേഷ്ഠത ഗൃഹേഷു നിവിഷ്ട ശങ്ക. ഗുരുമരുത്പുരനാഥ, ഗുരുവായൂരപ്പ, ഏകദ മാത, ഒരിക്കല് അമ്മയായ യശോദ, ഗാഠാധിരൂഢ ഗരിമാണം, വല്ലാത്ത ഭാരം കൊണ്ട്, ത്വാം വോഢും അപാരയന്തി, അങ്ങയെ എടുക്കുവാൻ വയ്യാതായിട്ട്, ശയനേ നിധായ, മെത്തയിൽ കിടത്തിയിട്ട്, ഇതം കിം, ഇതെന്താണ്, വധ, ആശ്ചര്യം, ഇതി നിവിഷ്ടശങ്ക, എന്നിങ്ങനെ ശങ്കിച്ചിട്ട്, ധ്യായന്തി, ഈശ്വര സ്മരണയോടുകൂടിയിട്ട്, ഗൃഹേഷു അജ്യേഷ്ഠത, ഗൃഹത്തിലെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ഒരു ദിവസം യശോദ കണ്ണനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണന് ഭാരം വർദ്ധിച്ച് വരുന്നതായിട്ട് തോന്നിയിട്ട് കൈ കഴിച്ചപ്പോൾ മെത്തയിൽ കൊണ്ടുപോയിട്ട് കിടത്തി. ഇതെന്താ ഇപ്പം ഇങ്ങനെ, ഇനിയിപ്പോൾ തോന്നിയതാണോ, അങ്ങനെയൊക്കെ സംശയിച്ചുകൊണ്ട് യശോദ കുഞ്ഞിനെ നോക്കിക്കൊള്ളണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് വീട്ടുജോലികൾ ഓരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇനി 2-ാമത്തെ ശ്ലോകം. താവത് വിദൂരമുപകർണിത ഘോരഘോഷ വ്യാജൃംഭി പാംസു പടലി പരിപൂരിതാശ വാത്യാവബുസ്സ കില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസ ഹരിണം ത്വാം. പദമുറിച്ച് പറയാം. താവത് വിദൂരം ഉപകർണിത ഘോരഘോഷ വ്യാജൃംഭി പാംസു പടലി പരിപൂരിത ആശഃ വാത്യാവബുഹു സ കില ദൈത്യവരഃ തൃണാവർത്ത ആഖ്യഃ ജഹാര ജനമാനസ ഹാരിണം ത്വം. താവത്, അപ്പോൾ, വിദൂരം ഉപകർണിത ഘോരഘോഷ വ്യാജൃംഭി പാംസു പടലി പരിപൂരിത ആശഃ. വളരെ ദൂരത്ത് നിന്ന് കേൾക്കുന്ന ഭയങ്കര ശബ്ദവും പൊങ്ങിപ്പരന്ന പാംസുപടലി പൊടിപടലവും ദിക്കുകളെല്ലാം നിറച്ചുകൊണ്ട് വാത്യാവബുഹു ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ തൃണാവർത്ത ആഖ്യഃ തൃണാവർത്തൻ എന്നു പേരുള്ള സഹദൈത്യവരഃ കില പ്രസിദ്ധനായ അസുരനുണ്ടല്ലോ, ജനമാനസഹാരിണം ജനങ്ങളുടെ മനസ്സിനെ അപഹരിക്കുന്ന ത്വാം ജഹാര അങ്ങയെ അപഹരിച്ചു. അങ്ങനെ യശോദ ഗൃഹജോലികളിൽ മുഴുകിയ സമയത്ത് പെട്ടെന്ന് വളരെ ദൂരെ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ഒപ്പം പൊങ്ങിപ്പരക്കുന്ന പൊടിപടലങ്ങൾ ദിക്കുകളിൽ, അങ്ങനെ ആ പൊടി ദിക്കുകളിലെ 4 ദിക്കുകളിലും നിറച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചിട്ട് തൃണാവർത്തൻ എന്ന അസുരൻ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ അവിടെ വന്നിട്ട് മനോഹര ശരീരനായ അങ്ങയെ എന്ന് പറയുമ്പോൾ സർവ്വജനങ്ങളുടെയും മനസ്സിനെ അപഹരിക്കുന്ന ആ ഭഗവാനെ തന്നെയാണ് ആ അസുരൻ അപഹരിച്ചത്. അപ്പോൾ എന്താണ്, എല്ലാവരുടെയും മനസ്സിനെ അപഹരിക്കുന്ന ആ ഭഗവാനെ ഈ അസുരൻ അപഹരിച്ചു എന്ന് പറയാണ്. ഇനി 3-ാമത്തെ ശ്ലോകം. ഉദ്ദാമപാംസു തിമിരാഹത ദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദുബാന്ധമാപ്ത മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോധ.
പദമുറിച്ച് പറയാം. ഉദ്ദാമപാംസു തിമിര ആഹത ദൃഷ്ടിപാദേ ദ്രഷ്ടും കിമപി അകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിം ഇതി ത്വത് ഉപാന്തം ആപ്ത മാതാ ഭവന്തം അവിലോക്യ പൃശം രുരോധ. ഉദ്ദാമപാംസു തിമിര ആഹത ദൃഷ്ടിപാതെ, ഉയർന്ന പൊടി കൊണ്ടുണ്ടായ ഇരുട്ടുകൊണ്ട് ഹതദൃഷ്ടിപാതെ കാഴ്ച മറഞ്ഞ പശുപാലലോകെ ഗോപന്മാരെല്ലാം കിമപി ദ്രഷ്ടും അകുശലെ ഒന്നും കാണാൻ സാധിക്കാത്തവരായി തീർന്നപ്പോൾ ഹാ ബാലകസ്യ കിം, ആ സമയത്ത് യോ കുട്ടിക്ക് എന്തു പറ്റി ഇതി എന്ന് വിചാരിച്ചിട്ട് ത്വത് ഉപാന്തം ആപ്തഹ, അങ്ങയുടെ അടുത്തേക്ക് എത്തിയ മാതാ യശോദ ഭവന്തം അവിലോക്യ, അങ്ങയെ കാണാതെ ഭൃശം രുരോധ വല്ലാതെ നിലവിളിച്ചു. അപ്പോൾ അവിടെ ചുഴലിക്കാറ്റ് കൊണ്ട് പൊടിപടലങ്ങൾ പറന്നിട്ട് അവിടെ മുഴുവൻ നിറഞ്ഞപ്പോൾ ഗോകുലവാസികൾക്ക് ഒന്നും കാണാൻ സാധിക്കാതെയായി. എന്നിരുന്നാലും യശോദയ്ക്ക് ഉണ്ണിയെ എവിടെ കിടത്തിയത് എന്ന് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ യശോദ ഓടി വന്നിട്ട് കുഞ്ഞിനെ കിടത്തിയ സ്ഥലത്ത് നോക്കിയപ്പോൾ അവിടെ കണ്ണനെ കാണാനില്ല. അപ്പോൾ ഭയന്ന യശോദ ഉറക്കെ നിലവിളിച്ചു എന്ന് പറയാണ്. ഇനി 4ാമത്തെ ശ്ലോകം. താവത്സദാനവരോപി ച ദീനമൂർത്തിർഭാവത്കഭാര പരിധാരണലൂനവേഗ സങ്കോചമാപ തദനു ക്ഷതപാംസു ഘോഷേ ഘോഷേ വ്യതായതഭവത് ജനനീ നിനാദഃ. പദമുറിച്ച് പറയാം. താവത് സ ദാനവവരഃ അപി ച ദീനമൂർത്തിഃ ഭാവത്ക ഭാര പരിധാരണ ലൂനവേഗഃ സങ്കോചം ആപ തദനു ക്ഷതപാംസു ഘോഷേ ഘോഷേ വ്യതായത ഭവത് ജനനി നിനാദഃ. താവത് അപ്പോൾ സഹ ദാനവവരഃ അപി ച, ആ അസുരനും ഭവത്ക ഭാര പരിധാരണ ലൂനവേഗ സങ്കോചം ആപ, ഭവതീയമായ ഭാരത്തെ പരിധാരണം ചെയ്യുന്നതിൽ ക്ഷയിച്ച വേഗത്തോടു കൂടിയിട്ട് എന്ന് പറയുമ്പോൾ ഭഗവാൻ തൻ്റെ ഭാരം വർദ്ധിപ്പിച്ചപ്പോൾ ആ ഭാരത്തെ താങ്ങാൻ ശക്തിയില്ലാതായിട്ട് സങ്കോചം ആപ, സങ്കോചത്തെ പ്രാപിച്ചു, ചുരുണ്ടുപോയി. അപ്പോൾ ഇവിടെ കുട്ടിയുടെ ആ കനം, ആ ഭാരം കൂടിക്കൂടി വന്നപ്പോൾ കുട്ടി അസുരൻ്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചിരിക്കുന്നത് കൊണ്ട് കഴുത്തിൽ നിന്ന് വേർപ്പെടുത്തി താഴേക്കിടാൻ അസുരന് സാധിക്കണില്ല. എങ്ങനെ സാധിക്കാനാണല്ലേ? അസുരന് എത്ര ശക്തി ഉണ്ടെങ്കിലും കുട്ടി സാധാരണ കുട്ടിയല്ലല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഭഗവാൻ ആരെങ്കിലും പിടിച്ചാൽ പിന്നെ വിട്ടുകളയില്ല എന്നാണ്. അതിപ്പോൾ സ്നേഹം കൊണ്ടാണെങ്കിലും ദേഷ്യം കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും. അപ്പോൾ ഭഗവാനെ പിടിക്കുന്നവർ പിടിവിട്ടാലും ഭഗവാൻ മോക്ഷം കൊടുക്കാതെ, ഭഗവാൻ പിടിച്ചാൽ പിന്നെ മോക്ഷം കൊടുക്കാതെ വിടില്ല എന്നാണ്. അപ്പം അങ്ങനെ ആ അസുരൻ ശ്വാസം മുട്ടി പിടഞ്ഞു എന്ന് പറയാണ്. ഇനി 5ാമത്തെ ശ്ലോകം. രോധോപകർണനവശാദുപഗമ്യ ഗേഹം ക്രന്ദസ്സു നന്ദമുഖ ഗോപകുലേഷു ദീന ത്വാം ദാനവസ്ത്വഖിലമുക്തികരം മുമുക്ഷുസ്ത്വയ്യപ്രമുഞ്ചതി പപാദവിയത് പ്രദേശാത്. പദമുറിച്ച് പറയാം. രോധ ഉപകർണനവശാത് ഉപഗമ്യ ഗേഹം ക്രന്ദസ്സു നന്ദമുഖ ഗോപകുലേഷു ദീനഃ ത്വാം ദാനവഃ തു അഖില മുക്തികരം മുമുക്ഷുഃ ത്വയി അപ്രമുഞ്ചതി പപാദ വിയത് പ്രദേശാത്. രോധ ഉപകർണനവശാത് ഗേഹം ഉപഗമ്യ. രോധ ഉപകർണനവശാത് ഗേഹം ഉപഗമ്യ. നിലവിളി കേട്ടിട്ട് ഗൃഹത്തിൽ വന്നിട്ട് നന്ദമുഖ ഗോപകുലേഷു ക്രന്ദസ്സു, നന്ദഗോപരെ തുടങ്ങിയ ഗോപന്മാരും ഗോപസ്ത്രീകളും കരയാൻ തുടങ്ങിയപ്പോഴേക്കും ദീനഹ ദാനവഹ തു, ക്ഷീണിച്ച് തളർന്ന അസുരനാകട്ടെ അഖിലമുക്തികരം ത്വാം, എല്ലാ ഭക്തന്മാർക്കും മുക്തി നൽകുന്ന അങ്ങേക്ക് മുമുക്ഷുഹു, മുക്തി നൽകാൻ ആഗ്രഹിച്ചിട്ട് ത്വയി അപ്രമുഞ്ചതി, അവിടുന്ന് മുക്തി നൽകില്ലെന്ന് വന്നപ്പോൾ
മുക്തി എന്നാൽ മോക്ഷം എന്നും വിടുക എന്നും അർത്ഥമുണ്ട്. ഇവിടെ വിടാതിരുന്നപ്പോൾ വിയത് പ്രദേശാത് പപാത, ആകാശത്തു നിന്ന് താഴേക്ക് വീണു. ഇവിടെ യശോദയുടെ നിലവിളി കേട്ട് ഗൃഹത്തിൽ വന്ന നന്ദഗോപരും ഗോപീഗോപന്മാരും ഒക്കെ കരയാൻ തുടങ്ങിയപ്പോഴേക്കും ആ തൃണാവർത്തൻ ക്ഷീണിച്ച് തളർന്നു. അപ്പം മേൽപ്പത്തൂർ പറയാണ്, ഭക്തന്മാർക്കെല്ലാം മുക്തി നൽകുന്ന ഭഗവാന് മുക്തി നൽകാൻ ആഗ്രഹിച്ചു കൊണ്ടുവന്ന തൃണാവർത്തനെ ഭഗവാൻ വിടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഭഗവാനെ വിടാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ തന്നെ വിടില്ല എന്ന് മനസ്സിലായപ്പോൾ ഭഗവാനെ വിടാൻ അസുരൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ഭഗവാൻ അവനെ വിട്ടില്ല. അപ്പം അതുകൊണ്ട് തൃണാവർത്തനെ ഭഗവാനെ ഇട്ടെറിഞ്ഞിട്ട് പോകാനും സാധിച്ചില്ല. അങ്ങനെ ഭഗവാന്റെ ഭാരം താങ്ങാനാവാതെ തൃണാവർത്തൻ ഭഗവാനോടുകൂടി ആകാശത്തു നിന്ന് താഴേക്ക് വീണു. ഇനി 6ാമത്തെ ശ്ലോകം. രോധാകുലാസ്തദനു ഗോപഗണ ബഹിഷ്ടപാഷാണപൃഷ്ടഭുവി ദേഹമതിസ്തവിഷ്ടം പ്രൈക്ഷന്ത ഹന്ത നിബദന്തമമുഷ്യ വക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. പദമുറിച്ച് പറയാം. രോധ ആകുലാഹ തദനു ഗോപഗണ ബഹിഷ്ട പാഷാണ പൃഷ്ഠഭുവി ദേഹം അതിസ്തവിഷ്ടം പ്രൈക്ഷന്ത ഹന്ത നിബദന്തം അമുഷ്യ വക്ഷസി അക്ഷീണം ഏവ ച ഭവന്തം അലം ഹസന്തം. തദനു രോധ ആകുലാഹ, ദുഃഖിച്ച് കരയുന്ന ഗോപഗണാഹ, ഗോപീഗോപന്മാര് ബഹിഷ്ടപാഷാണ പൃഷ്ഠഭുവി, പുറമേയുള്ള ഒരു പാറപ്പുറത്ത്, അതായത് ഒരു പാറയുടെ പുറത്ത്, അതിസ്തവിഷ്ടം ദേഹം, ഏറ്റവും വലിയൊരു ശരീരം, നിബദന്തം പതിക്കുന്നതായി പ്രൈക്ഷന്ത കണ്ടു, അമുഷ്യ വക്ഷസി അവൻ്റെ മാറിടത്തില്, അക്ഷീണമേവ യാതൊരു ക്ഷീണവുമില്ലാതെ തന്നെ, അലം ഹസന്തം നല്ലതുപോലെ മന്ദഹസിക്കുന്ന ഭവന്തം ച അങ്ങയെയും കണ്ടു, ഹന്ത സന്തോഷവും സങ്കടവും ഉണ്ടായി എന്ന് പറയുമ്പോൾ ഗോകുലവാസികളെല്ലാവരും അങ്ങനെ ദുഃഖിച്ച് കരയുന്ന സമയത്ത് അവിടെയുള്ള ഒരു പാറപ്പുറത്ത് വലിയൊരു ശരീരം വന്ന് വീഴാണ്. ആ ശരീരത്തിൻ്റെ മാറിടത്തിൽ യാതൊരു കേടും കൂടാതെ നല്ലതുപോലെ മന്ദഹസിച്ചു കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെ കണ്ടപ്പോൾ വ്രജവാസികൾക്ക് സന്തോഷവും ഒപ്പം സങ്കടവും ഉണ്ടായി എന്നാണ്. ഹന്ത എന്ന വാക്കിന് സന്തോഷം എന്നും സങ്കടം എന്നും അർത്ഥമുണ്ട്. ആ കുഞ്ഞ് ദുഷ്ടനായ അസുരൻ്റെ മീതെ കിടക്കുന്നത് കണ്ടപ്പോൾ ദുഃഖമുണ്ടായി അവർക്ക്. അതുപോലെ തന്നെ കുഞ്ഞിനെ ഒന്നും പറ്റിയില്ലല്ലോ എന്നോർത്തപ്പോൾ സന്തോഷവും ഉണ്ടായി. ഇനി 7ാമത്തെ ശ്ലോകം. ഗ്രാവപ്രഭാത പരിപിഷ്ട ഗരിഷ്ടദേഹ ഭ്രഷ്ടാസുദുഷ്ടധനുജോപരി ദൃഷ്ടഹാസം ആഘ്നാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദുർഗിരിവരാദിവ നീലരത്നം. പദമുറിച്ച് പറയാം. ഗ്രാവ പ്രഭാത പരിപിഷ്ട ഗരിഷ്ട ദേഹ ഭ്രഷ്ട അസു ദുഷ്ട ധനുജ ഉപരി ദൃഷ്ടഹാസം ആഘ്നാനം അംബുജകരേണ ഭവന്തം ഏത്യ ഗോപാ ദദുഹു ഗിരിവരാത് ഇവ നീലരത്നം. ഗ്രാവപ്രഭാത പരിപിഷ്ട ഗരിഷ്ട ദേഹ ഭ്രഷ്ട അസു ദുഷ്ട ധനുജ ഉപരി. പാറമേൽ വീണ് തകർന്ന വളരെ വലിയ ശരീരത്തോടുകൂടിയ പ്രാണൻ പോയ ദുഷ്ടനായ അസുരൻ്റെ പുറത്ത് ദൃഷ്ടഹാസം അംബുജകരേണ കൂസലില്ലാതെ പൊട്ടിച്ചിരിച്ച് താമര കൈക്കൊണ്ട് ആഘ്നാദം അടിക്കുന്ന ഭവന്തം അങ്ങയെ ഗോപാഹ ഏത്യ ഗോപന്മാർ വന്ന് ഗിരിവരാത് പർവ്വതത്തിൽ നിന്ന് നീലരത്നം ഇവ നീലരത്നത്തെ പോലെ ഒരു നീലരത്നത്തെ എടുക്കുന്നത് പോലെ എടുത്തു. അപ്പോൾ പാറമേൽ വീണ് തകർന്ന മല പോലെ വലിപ്പമുള്ളതും ഭയങ്കരവുമായ പടുകൂറ്റൻ ശരീരത്തോടുകൂടി ചത്തുവീണ ദുഷ്ടനായ അസുരൻ്റെ മീതെ കൂസലില്ലാതെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അസുരൻ്റെ മാറിടത്തിലെ കൈകൊണ്ട് അടിച്ച് രസിക്കുന്ന കൊച്ചുകുട്ടികളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഭഗവാന്റെ മനുഷ്യനാട്യം കൊച്ചുകുട്ടികൾ ചെയ്യുന്നത് പോലെ
അപ്പോൾ ഗുരുവായൂരപ്പ മേൽപ്പത്തൂർ പറയാണ്, അങ്ങയെ ഗോപന്മാരെ പർവ്വതത്തിൽ നിന്നും ഒരു നീലരത്നത്തെ എന്ന പോലെ എടുത്തു. ഇനി 8ാമത്തെ ശ്ലോകം. ഏകൈകമാശു പരിഗൃഹ്യ നിഗാമനന്ദന്നന്ദാദിഗോപരിരബ്ധ വിജുംബിതാംഗം ആദാതു കാമപരിശങ്കിത ഗോപനാരീ ഹസ്താംബുജപ്രപതിതം പ്രണുമോ ഭവന്തം. പദമുറിച്ച് പറയാം. ഏകൈകമാശു പരിഗൃഹ്യ നികാം അനന്തൻ നന്ദ ആദി ഗോപ പരിരബ്ധ വിജുംബിത അംഗം ആദാതു കാമ പരിശങ്കിത ഗോപനാരീ ഹസ്ത അംബുജ പ്രപതിതം പ്രണുമഃ ഭവന്തം. ഏകൈകം ആശു പരിഗൃഹ്യ ഓരോരുത്തരായിട്ട് വേഗത്തിൽ എടുത്തിട്ട് നികാം അനന്തൻ നന്ദ ആദി ഗോപ നിഗാമനന്ദൻ നന്ദാദി ഏറ്റവും സന്തോഷിച്ച നന്ദൻ തുടങ്ങിയ ഗോപന്മാരാൽ പരിരബ്ധ വിചുംബിത അംഗം മാറോട് ചേർത്ത് അണയ്ക്കപ്പെട്ടും ചുംബിച്ചുകൊണ്ടും ആദാതുകാമ പരിശങ്കിത ഗോപനാരി ഹസ്ത അംബുജ പ്രപതിതം എടുക്കാൻ ആഗ്രഹിച്ച് സംശയിച്ചു നിൽക്കുന്ന ഗോപസ്ത്രീകളുടെ ഹസ്താംബുജങ്ങളിലേക്ക് മറിഞ്ഞും ചാടിയും ഇരിക്കുന്ന ഭവന്തം അങ്ങയെ പ്രണുമഃ സ്തുതിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ട ആസുരന്റെ മാറിടത്തിൽ അടിച്ചു രസിക്കുന്ന, അതുപോലെ തന്നെ നീലരത്നം പോലെ ശോഭിക്കുന്ന ഭഗവാനെ ഗോപന്മാരെ അവിടെ നിന്നും എടുത്തിട്ട് മാറി മാറി കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഗോപികമാരുടെ കൈകളിലേക്ക് കൊടുത്തു എന്ന് മേൽപ്പത്തൂര്. തമന്തരിക്ഷാത് പതിതം ശിലായാം വിശീർണ സർവാവയവം കരാളം പുരം യഥാ രുദ്രശരേണ വിദ്ധം സ്ത്രീയോരുദത്യോ ദദൃശു സമേതാം. താഴെ വീണ് ചിന്നിച്ചിതറിപ്പോയ ആസുരൻ്റെ മാറിടത്തിലെ യാതൊരു പരിക്കുകളും കൂടാതെ കിടക്കുന്ന കൃഷ്ണനെ ഗോപികമാരെ എടുത്ത് യശോദയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ കൃഷ്ണനെ ആദ്യം കണ്ടത് സ്ത്രീകളാണെന്ന് ഭാഗവതം. സ്ത്രീയോരുദത്യോ ദദൃശു സമേതാഹ. ഇനി 9ാമത്തെ ശ്ലോകം. ഭൂയോ കിം नु कृणुमः പ്രണതാർത്തിഹാരി ഗോവിന്ദ ഏവ പരിപാലയദാ സുദം നഃ ഇത്യാദി മാതരപിതൃപ്രമുഖൈസ്തദാനീം സംപ്രാർത്ഥിതസ്ത്വദവനായ വിഭോ ത്വമേവ. പദമുറിച്ച് പറയാം. ഭൂയഃ അഭി കിം नु कृणुमः പ്രണത ആർത്തിഹാരി ഗോവിന്ദ ഏവ പരിപാലയദാത് സുദം നഃ ഇത്യാദി മാതര പിതൃ പ്രമുഖൈഃ തദാനീം സംപ്രാർത്ഥിതഃ ത്വത് അവനായ വിഭോ ത്വം ഏവ. കിം नु कृणुमः ഞങ്ങൾ എന്ത് ചെയ്യും? പ്രണത ആർത്തിഹാരി ഗോവിന്ദ ഏവ ഭക്തന്മാരുടെ സങ്കടം തീർക്കുന്ന ഭഗവാൻ ഗോവിന്ദൻ തന്നെ നഹാസുതം ഞങ്ങളുടെ ഉണ്ണിയെ പരിപാലയതാത് കാത്തുരക്ഷിക്കണേ ഇത്യാദി എന്നിങ്ങനെ മാതര പിതൃ പ്രമുഖൈഹി അമ്മ അച്ഛൻ തുടങ്ങിയവർ തദാനീം അപ്പോൾ വിഭോ തുത് അവനായ ഭഗവാനെ അങ്ങയെ രക്ഷിക്കുവാൻ തും ഏവാം അങ്ങയോട് തന്നെ സംപ്രാർത്ഥിത നല്ലതുപോലെ പ്രാർത്ഥിച്ചു. ഇവിടെ ഭക്തന്മാരുടെ സകല സങ്കടങ്ങളും ഇല്ലാതാക്കുന്ന ഭഗവാനെ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യുക? ഉണ്ണിയെ കാത്തോളണേ എന്നിങ്ങനെ അമ്മ അച്ഛൻ തുടങ്ങി എല്ലാവരും ആ സമയത്ത് മേൽപ്പത്തൂര് പറയാണ്, ഗുരുവായൂരപ്പ അങ്ങയെ രക്ഷിക്കുവാൻ അങ്ങയോട് തന്നെ നല്ലതുപോലെ പ്രാർത്ഥിച്ചു. ഇനി 10ാമത്തെ ശ്ലോകം. വാദാത്മകം ധനുജമേവ മയി പ്രധൂന്വൻ വാദോദ്ഭവാൻ മമ ഗദാൻ കിമു നോധുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗശമനം മുഹുരർത്ഥയേ ത്വാം. പദമുറിച്ച് പറയാം. വാദാത്മകം ധനുജം ഏവം ഐ ധനുജം ഏവം ഐ പ്രധുന്വൻ
ബാധ ഉദ്ഭവാൻ മമ ഗതാൻ കിമു നോ ധുനോഷി കിം വാ കരോമി പുനഃ അഭി അനിലാലയേശ നിശേഷ രോഗശമനം മുഹുഹു അർത്ഥയേ ത്വാം. അയി അനിലാലയേശ, അല്ലയോ ഗുരുവായൂരപ്പ, ഏവം ഇപ്രകാരം വാദസ്വരൂപനായ അസുരനെ, വാദാത്മകം ധനുജം, വാദസ്വരൂപനായ അസുരനെ പ്രധുന്വൻ ത്വം നിഗ്രഹിച്ച അവിടുന്ന് വാദോദ്ഭവാൻ വാദകോപത്തിൽ നിന്നുണ്ടായ മമഗത എൻ്റെ രോഗങ്ങളെ കിമു നോ ധുനോഷി എന്തുകൊണ്ടാണ് മാറ്റാത്തത്, കിം വാ കരോമി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, പുനഃ അഭി പുനരഭി ഇനിയും പുനരഭി എന്ന് പറഞ്ഞാൽ ഇനിയും നിശേഷ രോഗശമനം എല്ലാ രോഗങ്ങളും മാറ്റിത്തരുവാൻ ത്വാം മുഹുഹു അർത്ഥയെ അങ്ങയോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, വാദസ്വരൂപനായ ആ അസുരനെ നിഗ്രഹിച്ച അവിടുന്ന് വാദകോപം കൊണ്ടുണ്ടായ എൻ്റെ ഈ രോഗങ്ങളെ എന്താണ് മാറ്റാത്തത്, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരണമെന്ന് ഞാൻ അങ്ങയോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. 43-ാമത്തെ ദശകം ഇവിടെ ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ.